നമസ്കാരം. നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ ഈ ഓഗസ്റ്റ് മാസം പൊതുവേ അനുകൂലമായ ഒരു സമയമാണ്. ശരിയായ ആസൂത്രണവും മുന്നൊരുക്കവും നടത്തിയാൽ അല്പം അധ്വാനം കൊണ്ട് തന്നെ മുന്നേറാനാകും. തൊഴിലിടങ്ങളിൽ ഉയർച്ച ഉണ്ടാകും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ്. വ്യാപാരികൾക്കും വളരെ ലാഭം കിട്ടുന്നതും വളരെ ഉയർച്ച കിട്ടുന്ന ഒരു സമയമാണ്. വ്യവസായികൾക്കും വളരെ നല്ലതാണ്. മറ്റ് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ്. കുട്ടികൾ പഠിക്കാനുള്ള കുട്ടികൾ അവരുടെ പഠനം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നൊരു സമയമാണ്. വിവാഹകാര്യങ്ങൾ കുട്ടികളുടെ വിവാഹകാര്യങ്ങളിൽ നല്ല സമയമാണ്. അനുകൂലമായ സമയം. വിവാഹം നടക്കാനും വിവാഹം ഉറപ്പിക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായ സമയം കാണുന്നുണ്ട്. പാരമ്പര്യ സ്വത്തുക്കളിൽ നേടിയെടുക്കാൻ ഉള്ള ഒരവസരമുണ്ട്. വസ്തു ഭാഗം വെക്കാനോ അല്ലെങ്കിൽ പൂർവീക സ്വത്ത്, പിതൃക്കളുടെ സ്വത്ത് ഒക്കെ കിട്ടാനുള്ളൊരു നല്ല സമയമാണ്. ലോട്ടറി ടിക്കറ്റ് സമ്മാനം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ലോൺ അപേക്ഷിച്ചവർക്ക് ലോൺ തുക കിട്ടാനും ചിട്ടി മുതലായവ തുക ലഭിക്കാനുള്ള ഒരു അനുകൂലമായ ഒരു സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം കാണുന്നത്. അക്രമകാര്യങ്ങളിൽ നിന്ന് വഴുക്കിനൊന്നും പോകാതെ മറ്റേ അക്രമം നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് മധ്യസ്ഥ വഹിക്കാനോ ഒന്നും നിൽക്കാൻ പറ്റിയൊരു സമയമല്ല. അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടുന്നൊരു സമയം കൂടെയാണ് വിശാഖ നക്ഷത്രക്കാർ. അടുത്തത് അനിഴ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 1-2 മാസങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല ഒരു സമയമാണ് അനിഴ നക്ഷത്രക്കാർ ഈ ഓഗസ്റ്റ് മാസം. വിശേഷിച്ചും കർമ്മരംഗത്ത് അടഞ്ഞ അവസരങ്ങൾ തുറക്കപ്പെടും. വിരോധികൾ അകന്നു പോകാനുള്ള ഒരു സമയമുണ്ട്. അതായത് വഴക്ക് കൊണ്ടെങ്കിൽ അതിനുള്ള തീർപ്പിനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അവർ സ്വയം പിന്മാറുകയും കൂടുതൽ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. വ്യവസായികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. സ്വന്തം ഭൂമിയിൽ നിന്നും ആദായം ധാരാളം ലഭിക്കാൻ, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ധാരാളം ആദായവും ലാഭവും ലഭിക്കാനുള്ള ഒരു നല്ലൊരു സമയമാണ്. ബിസിനസ്സിൽ നിന്ന് നല്ല വരുമാനം നേടും. പുതിയ ബിസിനസ് തുടങ്ങാനുള്ളവർ കഴിവതും കൂട്ടു ബിസിനസ്സിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു സമയമാണ്. കൂട്ടു ബിസിനസ്സുകൾ നല്ലതല്ല. അനിഴ നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസഫലം കാണിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ വാഹനം, വീട് തുടങ്ങിയവ വാങ്ങിക്കാൻ പറ്റിയ അനുകൂലമായ ഒരു സമയമാണ്. അനാവശ്യമായിട്ട് മറ്റ് തർക്കങ്ങളിലേക്കൊന്നും ഏർപ്പെടാതിരിക്കുന്നതും നല്ലതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവേ ഓഗസ്റ്റ് നല്ലൊരു സമയമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നേട്ടം കൊയ്യാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം നല്ലതല്ല. പിന്നീട് ജോലി സ്ഥലങ്ങളിൽ ഒരു തൊഴിലിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ്. ലോൺ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ലോൺ കിട്ടാനുള്ള ഒരു അനുകൂലമായ സമയമാണ്. ചിട്ടി ഉണ്ടെങ്കിൽ ചിട്ടി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിട്ടിയിൽ ചേർന്നവർക്ക് പൊതുവെ സാമ്പത്തികം ഭദ്രമായിരിക്കും. ഇവർക്ക് സർക്കാർ ജോലിയുള്ളവർക്ക് ലോൺ കിട്ടാനൊക്കെ വളരെ എളുപ്പവും അത് എളുപ്പത്തിൽ ഉദ്ദേശിക്കുന്ന തുക കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. കടം കൊടുത്ത പണം തിരിച്ച് കിട്ടാനും നല്ല തീരെ കിട്ടില്ല എന്ന് വിചാരിച്ചത് കുറേശ്ശെങ്കിലും കിട്ടാൻ ഉള്ള ഒരു സമയമാണ്. ബന്ധുക്കളിലോട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാഹചര്യമുണ്ട്. കഴിവതും അങ്ങനെയുള്ള അവസരങ്ങൾ വിട്ടു നിൽക്കുക. അങ്ങനെയുള്ള തർക്കത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. പൊതുവെ നല്ല ഒരു അത്ര നല്ല അല്ലെങ്കിലും പൊതുവെ സമ്മിശ്രമായ ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം ഓഗസ്റ്റിൽ. പിന്നെ ഈ തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ട് പൊതുവെ എല്ലാവരും ഞാൻ പറയുന്നത് പോലെ തന്നെ മുൻ വീഡിയോ പറയുന്ന പോലെ ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് പല തടസ്സങ്ങളും നമുക്ക് മാറിക്കിട്ടാൻ കഴിയുന്നതാണ്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. തിരുമേനിമാരെ ദക്ഷിണ കൊടുത്ത് അവരെ പേരുന്നാളും പറഞ്ഞ് ചെറിയ പൂജകൾ നടത്തി കഴിഞ്ഞാൽ അതുവഴി തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. പൊതുവെ നല്ല സമയമാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.